ഭിന്നതകൾക്കിടെ മുതിർന്ന നേതാവ് ജി സുധാകരൻ അനുനയിപ്പിക്കാൻ CPIM നേതൃത്വം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ തുടങ്ങിയ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിലെത്തി. കൂടിക്കാഴ്ച അധിക സമയം നീണ്ടുനിന്നില്ല. ഞായറാഴ്ച നടക്കുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ട്. അശ്വിൻ ബാലാഴി ആലപ്പുഴയിൽ വിവരങ്ങളുമായി ചെയ്യുന്നു. അശ്വിൻ, ഇത്തരത്തിൽ സമവായത്തിന്റെ അനുനയത്തിന്റെ വാതിലുകൾ ഇതിനു മുമ്പും ജി സുധാകരൻ മുന്നിൽ പാർട്ടി തുറന്നതാണ്. ഇത്തവണ കാര്യം കുറച്ചുകൂടി സങ്കീർണമാണ്. സജി ചെറിയാനെതിരെ ഇസ്ലാമിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇന്ന് പാർട്ടി രേഖയടക്കം പുറത്തുവരുന്ന സാഹചര്യം. അനുനയത്തിന് തയ്യാറായിട്ടുണ്ടോ ജി സുധാകരൻ? പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമോ? സുഹേൽ, തീർച്ചയായും അനുനയത്തിന്റെ പാതയിലേക്ക് പാർട്ടി കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ജില്ലാ സെക്രട്ടറി R നാസർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ജി സുധാകരനെയും പാർട്ടിയും തമ്മിൽ തെറ്റിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം. അതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് ജില്ലാ സെക്രട്ടറി R നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ജി സുധാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത്. പ്രധാനമായും എത്തിയത് ഒരു പാർട്ടി പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ആ പാർട്ടി പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ സത്യപാലനും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് പാർട്ടിയുടെ തൊഴിൽ മാസികയുടെ പേരിൽ നടത്തുന്ന പുരസ്കാര വിതരണം നടക്കുന്നത്. ഇത്തവണ അത് VS അച്യുതാനന്ദൻ സ്മാരക കാർഷിക പുരസ്കാരം എന്ന പേരിലാണ് സമ്മാനിക്കുന്നത്. അത് S രാമേന്ദ്രൻ പിള്ളയ്ക്കാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാവ് S രാമേന്ദ്രൻ പിള്ളയ്ക്കാണ് ആ പുരസ്കാരം നൽകുന്നത്. ആ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ജി സുധാകരനെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ നേതൃത്വം ഈ വീട്ടിലേക്ക് എത്തിയത്. ജി സുധാകരനെ ഉയർത്തിയ ഏറ്റവും വലിയ പരാതിയിൽ ഒന്ന് അത് തന്നെ പാർട്ടി പരിപാടികൾക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് ആദ്യമായൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം നേരിട്ടെത്തിയാണ് ജി സുധാകരനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആലപ്പുഴയിൽ വെച്ചാണ് നടക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഈ ജി സുധാകരന്റെ അമ്പലപ്പുഴയിലെ വീടിന് 100 മീറ്റർ അപ്പുറത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും ജി സുധാകരനെ വിളിച്ചിരുന്നില്ല. അതടക്കം വലിയ വിവാദമായിരുന്നു. ഒപ്പം ഈ അടിയന്തരാവസ്ഥ കാലത്തെ തടവുകാരെ അടക്കം അനുസ്മരിക്കുന്ന പരിപാടിയിലേക്ക് അടിയന്തരാവസ്ഥ തടവുകാരൻ കൂടിയായിരുന്ന ജി സുധാകരനെ പാർട്ടി ക്ഷണിക്കാത്തടക്കം വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ തുറന്നു പറയുകയും ചെയ്തതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പാർട്ടിയെ ഒരു അനുനയ തീരുമാനത്തിലേക്ക്, അനുനയ ചർച്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കുന്നില്ല എന്ന പരാതിക്ക് ഇതാ ഒരു പരിഹാരമായിരിക്കുന്നു. ഞായറാഴ്ച ജി സുധാകരൻ അതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തോട് വ്യക്തിപരമായി കണ്ട് ചോദിച്ചിരുന്നു. അതിലേക്ക് അദ്ദേഹം തീരുമാനമെടുത്തില്ല. ഇപ്പോൾ വിളിച്ചതല്ലേ ഉള്ളൂ, തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ജനറൽ സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം കൂടി കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും അത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമുണ്ട്. സുഹേൽ, അശ്വിൻ, അനുനയമാകുമോ എന്ന് കണ്ടറിയാം. ഈ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് വലിയ രൂക്ഷ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഇടയിൽ ഇപ്പോൾ ജി സുധാകരനെ വിളിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജി സുധാകരൻ ചില ആവശ്യങ്ങളുണ്ട്. തനിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളിൽ അതിലേക്കടക്കം കടുത്ത നടപടികൾ വേണമെന്നൊക്കെ ആവശ്യം ജി സുധാകരൻ പല ആവർത്തി ഉയർത്തിയതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പരിഗണിക്കുമോ? ഇനി അങ്ങോട്ടൊരു അനുനയത്തിന്റെ സ്വരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? പ്രത്യക്ഷ പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷ വിമർശനങ്ങൾ ഒഴിവാക്കുമോ പാർട്ടി? അതിന് തന്നെയുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രധാനമായും ഇപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്, ജി സുധാകരന്റെ പ്രതികരണം വെട്ടിലാക്കിയത് തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ജി സുധാകരൻ പറഞ്ഞ പല കാര്യങ്ങളും പാർട്ടിയെ അത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കമുള്ള വിമർശനങ്ങൾ. എന്തായാലും ഇന്ന് ഈ നേതാക്കൾ അവരെ ജി സുധാകരനെ കണ്ടതിന് ശേഷം ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് പൂർണ്ണമായും തുറന്നു പറയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷണത്തിനപ്പുറം, ഔദ്യോഗിക പരിപാടിയിലേക്കുള്ള ക്ഷണത്തിനപ്പുറം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ആ ചർച്ചയിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ജി സുധാകരന്റെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതികളടക്കം ഇന്ന് നമ്മൾ R നാസറിന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.